ഹായ്, ഞാൻ അഞ്ജന. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും പല ആളുകളും നമ്മളെ ഇൻസൾട്ട് ചെയ്യാറുണ്ടാവും. അത് ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടോ കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടോ അങ്ങനെ ഏത് രീതിയിലും ആവാം. മറ്റുള്ള ആളുകളെല്ലാം നമ്മളെ ഇത്തരത്തിൽ അപമാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആളുകൾ നമ്മളോട് പല രീതിയിലും പെരുമാറും. പക്ഷെ നമ്മൾ അവരോട് തിരിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. പല ആളുകളും ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കരയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തിയും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ കരയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നത് അവർക്ക് കാണണം. ചുരുക്കി പറഞ്ഞ നമ്മളെ മാനസികമായിട്ട് തളർത്തുക എന്നതായിരിക്കും അവരുടെ ഉദ്ദേശം. ഈ സമയം നമ്മൾ കരയുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എതിരാളി വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരാഗ്രഹിച്ചതും ഇത് തന്നെയാണ്. ഒരാൾക്കും തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇൻസൾട്ട് ആവണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസവും നമ്മളോട് സ്നേഹവും നമ്മളെക്കുറിച്ചൊരു തിരിച്ചറിവും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് എൻ്റെ ലൈഫിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ആദ്യമൊക്കെ ഞാൻ ഫംഗ്ഷന് പോകുന്ന സമയത്ത്, ആദ്യം നല്ല നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഫാമിലി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ എത്തുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും, അയ്യേ നീ എന്താണ് ഈ ഡ്രസ്സ് ഇട്ട് വന്നത് എന്ന് ചോദിക്കും. ഞാൻ ഭയങ്കര സംഭവമാണ്, അവിടെ സ്റ്റാർ ആവാന്നൊക്കെ വിചാരിച്ച് പോയതായിരിക്കും. പക്ഷെ അവര് നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫംഗ്ഷന് പോയിട്ടുള്ള എല്ലാ സന്തോഷവും അതോടെ തീരുമാനമാവും. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു കാലം. ഇനിയിപ്പോ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരു കുറ്റവും പറയാനില്ലെങ്കിൽ അവര് ചിലപ്പോൾ പറയാം, അയ്യേ നീ ഈ ഡ്രസ്സിന് എന്ത് കമ്മലായിട്ടത്, അതിനൊരു മാച്ചും ഇല്ല എന്ന് പറയും. എന്തെങ്കിലും ഒരു കാരണം നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ അവർക്ക് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ പലരും എന്നോട് പറയാറുണ്ട്, അയ്യേ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, നീ ഭയങ്കരമായിട്ട് തടിച്ചല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ തളരാറില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിന് പ്രതികരിക്കാറോ ഇല്ല. കാരണം എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കരുതി ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും എന്നെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിരാശയായിരിക്കും ഫലം. പിന്നെ നമുക്ക് പറ്റുന്ന മറ്റൊരു പ്രശ്നമാണ്, നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തി സന്തോഷിക്കും. കാരണം അവർക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു ഇൻസൾട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടെന്നും. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിലൂടെ അവർക്ക് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാവുകയും അവർ ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിനെ ഒരു ചെറു പുഞ്ചിരിയോടെ തള്ളിക്കളയാൻ കഴിഞ്ഞ വലിയ കാര്യമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്കിൽ പ്രതികരിക്കുക. മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കാതെ അവരോട് കൂളായിട്ട് തന്നെ ഇടപഴകുക. Thank you so much watching my video.